പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മണ്ഡപത്തിലേക്ക് പോകുന്ന സമയം ജിബിൻ എന്തിന് ഈ ഒരു കടുങ്കൈ ചെയ്തു? ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു മരണമാണിത്. ദുരൂഹത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും മനസ്സിലാവില്ല. വിവാഹത്തിനായി ഷാർജയിൽ നിന്നും നാട്ടിലെത്തിയത് 4 ദിവസം മുമ്പാണ്. ജിബിൻ്റെ ഈ ഒരു മരണം നാടാകെ ഞെട്ടിയിരിക്കുക. എന്തിനു വേണ്ടിയായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു മരണം. ജിബിൻ്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം അവസാന കോൾ മുഖേനയാണ് പരിശോധിക്കുന്നത്. കൊണ്ടോട്ടി കരിപ്പൂരിൽ വിവാഹ ദിവസം പ്രതിശുദ്ധ വരൻ ജീവനൊടുക്കിയ ഞെട്ടൽ മാറാത്ത നാട്ടുകാർ. കുമ്പിണിപ്പറമ്പ് സ്വദേശി ജിബിന് 30 വയസ്സാണ്. ശുചിമുറിയിൽ കയറി ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇയാൾ വിവാഹത്തിനായിട്ടാണ് നാട്ടിലെത്തിയത്. ഷാർജയിലായിരുന്നു ജോലി. 4 ദിവസം മുമ്പാണ് വിവാഹത്തിനായി എത്തിയത്. ഇന്ന് രാവിലെ 7:30 സംഭവം. വിവാഹ മണ്ഡപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുളിക്കാൻ ശുചിമുറിയിൽ കയറിയ ജിബിൻ പുറത്തിറങ്ങാതിരുന്നതിനെ തുടർന്ന് ബന്ധുക്കൾ വാതിൽ തകർത്തു അകത്ത് കയറിയപ്പോഴാണ് കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഞ്ചേരി സ്വദേശിയായ യുവതിയാണ് ജിബിനെ വിവാഹം കഴിക്കുന്നത്. രാവിലെ കുളിക്കാൻ വേണ്ടി ശുചിമുറിയിൽ കയറിയതിന് ശേഷമാണ് ജീവനൊടുക്കിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മാറ്റി. ജിബിൻ്റെ ഫോൺ കോൾ വിവരങ്ങൾ അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവസാന നിമിഷം വരൻ ജീവനൊടുക്കിയ ബന്ധുക്കളെയും നാട്ടുകാരുമെല്ലാം നടുക്കത്തിലാണ്. വധുവാകാനിരുന്ന യുവതിയും വലിയ ആഘാതത്തിലാണ്. മരണം എന്താണെന്ന് വ്യക്തമല്ല. ആത്മഹത്യക്കുറിപ്പോ മറ്റു സൂചനകളോ ലഭിച്ചിട്ടുമില്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന ജിബിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ബന്ധുക്കളിൽ നിന്നടക്കം പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു മരണം. 4 ദിവസം മുമ്പ് വിവാഹത്തിനായി നാട്ടിൽ വന്ന ചങ്ങയ്യ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി മണ്ഡപത്തിലേക്ക് പോകുന്ന ചെറുക്കൻ ജീവനൊടുക്കുക എന്ന് പറയുമ്പോൾ നിഗൂഢത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെന്നായാലും ഒരു വല്ലാത്തൊരു മരണമായിപ്പോയി. ഇതിൻ്റെ ഒരു പൂർണ്ണ വിവരത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആദരാഞ്ജലികളോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.